ലിഷോ, ഇന്ന് പ്രധാനമായും കോടതിയുടെ വിധി പ്രസ്താവം തുടങ്ങിയപ്പോൾ തന്നെ ഈ ചെന്താമരയ്ക്കെതിരായ റിപ്പോർട്ടുകൾ കോടതി പറഞ്ഞു. ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ ചെന്താമരയ്ക്കെതിരായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ചെന്താമരയ്ക്ക് എതിരായുള്ള ആ 3 റിപ്പോർട്ടുകളാണ്. പ്രധാനമായും പ്രതിഭാഗം നേരത്തെ വാദിച്ചിരുന്നത് ചെന്താമരയ്ക്ക് മാനസികമായി വെല്ലുവിളി നേരിടുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ചെന്താമര ആത്മഹത്യയുടെ വക്കിലാണ്, മാനസിക സമ്മർദ്ദങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യാൻ വരെ ചെന്താമര ഉദ്ദേശിച്ചിരുന്നു, അതിന് എടുത്തു വച്ചിരുന്ന വിഷക്കുപ്പി ഉൾപ്പെടെ വീടിനകത്ത് നിന്ന് കിട്ടിയിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതിഭാഗം വാദിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ കോടതി മുഖവിലക്കെടുത്തില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായത് 3 റിപ്പോർട്ടുകളാണ്. ഒന്ന് ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്, മറ്റൊന്ന് സൈക്കോളജിസ്റ്റിന്റെ റിപ്പോർട്ട്, മറ്റൊന്ന് ജയിൽ വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ട്. ഈ 3 റിപ്പോർട്ടുകളും ചെന്താമരയ്ക്കെതിരായിരുന്നു. ഒരു കാരണവശാലും ചെന്താമര ഈ ഒരു കുറ്റകൃത്യം ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നില്ല എന്നുള്ള കാര്യം ഈ 3 റിപ്പോർട്ടുകളിലും കൃത്യമായി പറയുന്നു. മാത്രമല്ല, ഈ ചെന്താമര ഇനി ഈ ഒരു കുറ്റം ചെയ്തു, അതിലപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഇനി ഇതിൽ നിന്ന് ശിക്ഷ ഇളവ് ലഭിക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലും അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ. നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കോടതി പരിഗണിച്ചിട്ടില്ല, അത്ര കണ്ട് കണക്കാക്കിയിട്ടില്ല. മറിച്ച് ഈ പറയുന്ന മാനസികാരോഗ്യ വിദഗ്ധരുടെയും അതോടൊപ്പം തന്നെ പ്രൊബേഷൻ ഓഫീസറുടെയും ജയിൽ അധികൃതരുടെയും റിപ്പോർട്ടുകളാണ് കോടതി പരിഗണിച്ചത് എന്നുള്ളതാണ് നമുക്കിതിൽ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും, അതായത് ഇതിൽ അപൂർവമായ ഒരു കേസായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചുകൊണ്ടാണ് ഇതിൽ ഈ പ്രതിക്കെതിരെ ഇത്രയധികം കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചെന്താമരയുടെ അഭിഭാഷകൻ വാദിച്ചത്. പക്ഷേ അതിനെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കോടതിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അത്തരത്തിലുള്ള കേസല്ല എന്ന് യാതൊരു കാരണവശാലും പറയാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് കോടതി. ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് തോന്നിയത്, ലിഷോയ് അപ്ഡേറ്റ് ചെയ്തതിനിടയിൽ സാഹചര്യ തെളിവുകളാണ് ഈ കേസിലുള്ളത്, അതുകൊണ്ട് ഉയർന്ന ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് മുൻ കേസുകളിലെ വിധികൾ എന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം ഉണ്ടായെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു പരാമർശത്തിലേക്ക് കോടതി പോയത്? അതിനുശേഷം എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? അതായത് ഇതിൽ ആദ്യം വിധി പ്രസ്താവിക്കുന്നതിന് മുൻപായി 2 ഭാഗവും വാദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കോടതി വായിക്കുകയാണ് ചെയ്തത്. അതിൽ ഈ ചെന്താമരയ്ക്കെതിരായുള്ള കുറ്റങ്ങൾ ഉൾപ്പെടെയുള്ളവ ആദ്യഘട്ടത്തിൽ അതിനെ ഖണ്ഡിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രതിഭാഗം ഇവിടെ വാദിച്ചതെന്നുള്ള കാര്യമാണ് അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്. അതിൽ ചില മുൻ കോടതി വിധികൾ, സുപ്രീം കോടതി വിധികൾ, ഹൈക്കോടതി വിധികൾ അതൊക്കെ തന്നെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു വിധി പ്രസ്താവമൊക്കെ തന്നെ നടന്നിരുന്നത്. അന്ന് ഈ തരത്തിലുള്ള പല വിധികളും സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചുകൊണ്ട് അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഇങ്ങനെ ഈ വാദം നടന്നിരുന്നു. മാത്രമല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കോടതിയുടേതായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇതിനൊക്കെ തന്നെ അവസാനമായി ഈ പ്രതിഭാഗം നിരത്തിയ കാര്യങ്ങൾക്ക് പുറമെ ഈ പ്രോസിക്യൂഷൻ നിരത്തിയ കൃത്യമായ തെളിവുകൾ, മാത്രമല്ല ആ 3 റിപ്പോർട്ടുകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ കോടതി കൃത്യമായൊരു നടപടികളിലേക്ക് കടക്കുകയാണ്. അത് വിധിയിൽ അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും ചെന്താമര യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യവും അർഹിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലേക്കുള്ള ഒരു വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ ചെന്താമര പുറത്തിറങ്ങുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ കുറച്ച് നാൾ ജയിലിൽ കിടക്കേണ്ടി വരും. ആ ഒരു ഘട്ടത്തിൽ പോലും പരോൾ നൽകുകയാണെങ്കിൽ പൂർണ്ണമായും ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതായത് അത്രത്തോളം ഒരു അപകടകാരിയായ ഒരു കുറ്റവാളി എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. വധശിക്ഷയ്ക്ക് മുൻപ് ഇപ്പോൾ പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 വർഷം കൂടി ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് വിധി പ്രസ്താവത്തിൽ എവിടെയെങ്കിലും കോടതി പരാമർശിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും എത്രയും കാലം ഇയാൾ ജയിലിൽ കഴിയേണ്ടി വരും, അത്തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ എന്തെങ്കിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി കണ്ടോ? ഈ നേരത്തെ ഒരു വധക്കേസിൽ, അതായത് ഈ സുധാകരന്റെ ഭാര്യയുടെ വധക്കേസിൽ, അതിൽ ഇതിനോടകം തന്നെ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്താമര. അതിനിടയിലാണ് ഈ ഒരു വിധി കൂടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും ഈ ഒരു വിധി വരുന്നതോടുകൂടി വധശിക്ഷയ്ക്കാണ്, അല്ലെങ്കിൽ ഈ 2 വിധികളും ഒന്നിച്ച്, അതായത് അത് ഒരു ശിക്ഷയായി കണക്കാക്കപ്പെടും എന്നുള്ളതാണ് പ്രോസിക്യൂട്ടറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. വധശിക്ഷ അല്ല, ഈ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചതിന് ശേഷമായിരിക്കും വധശിക്ഷ വരിക? അല്ല, അങ്ങനെയല്ല. അതായത് ജീവപര്യന്തം ശിക്ഷ അത് മറ്റൊരു കേസിൽ വിധിച്ചതാണ്. ഈ ഒരു ശിക്ഷ ഇത് നടപ്പാക്കുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇതിൽ 2 വകുപ്പുകളാണ് പ്രധാനമായും. ഒന്ന്, കൊലപാതകം കൃത്യമായി അത്
തെളിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വകുപ്പ് തെളിഞ്ഞത് ഇതിൽ ഈ സുധാകരനെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തി എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ തടഞ്ഞു നിർത്തിയതിനാണ് മറ്റൊരു വകുപ്പ്. അതിൽ ചെറിയ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതായത് 5000 രൂപ പിഴയും 10 ദിവസം ജയിലിൽ കഴിയേണ്ട ഒരു കുറ്റവുമാണ്. അപ്പോൾ ആ ഒരു ശിക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും തുടർന്നുള്ള ഇതിൽ രണ്ടാമത് വിധിച്ചിരിക്കുന്ന വധശിക്ഷ നടപ്പിലാക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രമാണ്. അതല്ലാതെ ഈ ജീവപര്യന്തം ശിക്ഷ എന്നുള്ളത് അത് ഇതിൽ ബാധകമല്ല. മാത്രമല്ല ഇതിൽ പ്രധാനമായും വധശിക്ഷ തന്നെയാണ്. അത് 10 ദിവസത്തിന് ശേഷം എന്നുള്ളത് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. ഇതിൽ ഈ പിഴ ഒടുക്കിയില്ലെങ്കിൽ അതായത് 20 ലക്ഷം രൂപ പിഴ ഒടുക്കാനായി കോടതി വിധിച്ചിട്ടുണ്ട്. ആ 20 ലക്ഷം രൂപ ഈ സുധാകരന്റെ മക്കൾക്ക് കുടുംബത്തിന് ആണ് നൽകേണ്ടത്. അത് കൊടുക്കാനായി ചെന്താമരയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ 3 വർഷം ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തായാലും ഈ മറ്റൊരു നിരീക്ഷണം നടത്തിയത് സുധാകരന് കുടുംബത്തിന് ഈ തുക നൽകാനായി ഈ ചെന്താമരയ്ക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ കോടതിക്ക് സംശയമുണ്ട്. കാരണം ഈ ചെന്താമരയുടെ വീട് ഇപ്പോൾ ചെന്താമരയുടെ പേരിലല്ല, ചെന്താമരയുടെ ഭാര്യയുടെ പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്താമരയുടെ സ്വത്തുക്കൾ വിറ്റ് ഈ ഒരു പണം ഈടാക്കാനായി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബത്തിന് നൽകേണ്ട നഷ്ടപരിഹാരം അത് സർക്കാർ നഷ്ടപരിഹാരം, അതായത് സർക്കാർ സഹായത്തോടുകൂടി, ലീഗൽ സെല്ലുകളുടെ ഒക്കെ തന്നെ സഹായത്തോടു കൂടി അത് നൽകണം എന്നുള്ള ഒരു വിധി കൂടി ഇതിലുണ്ട്. അത് നൽകിയില്ലെങ്കിൽ ആണ് ഈ 3 വർഷം കൂടി ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക.